രണ്ടാം ആഴ്ച പിന്നിടുമ്പോൾ കേരള സ്റ്റോറി 2 വിജയത്തിലേക്കോ? ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് റിവ്യൂവിന്റെ പുതിയൊരു വീഡിയോ ഇട്ട് സാർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ദി കേരള സ്റ്റോറി 2 എന്ന് പറയുന്ന ഏറ്റവും പുതിയ ഹിന്ദി സിനിമയുടെ രണ്ടാഴ്ചത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ഉൽക്ക ഗുപ്ത, അതിഥി ഭട്ടിയ, ഐശ്വര്യ ഉജ, സുമിത് ഗലാവത്ത്, അർജുൻ സിംഗ് തുടങ്ങിയവരുടെ കേന്ദ്ര കഥാപാത്രമാക്കി കാമാഖ്യ നാരായൺ സിംഗ് അണിയിച്ചൊരുക്കിയ ഏറ്റവും പുതിയ ഹിന്ദി ചിത്രമായിരുന്നു ദി കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ. ആദ്യ ഭാഗമായിട്ട് കണക്ഷൻ വരുന്ന രീതിയിൽ തന്നെയാണ് ചിത്രം രണ്ടാം ഭാഗം ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. ഒരു പ്രൊപ്പഗണ്ട മൂവി എന്ന ബോക്സ് ഓഫീസിൽ പരാജയമായിട്ട് മാറുന്ന ഒരു കാഴ്ചയായിരുന്നു ആദ്യ ആഴ്ചയിൽ കണ്ടെങ്കിലും പിന്നീട് ചിത്രത്തിനെ ഒരുപറ്റം സിനിമാ പ്രേമികളോ അല്ലെങ്കിൽ ഒരുപറ്റം മത ന്യൂനപക്ഷങ്ങളോ ഏറ്റെടുക്കുന്ന ഒരു കാഴ്ചയാണ് നിലവിലെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇപ്പോഴത്തെ ചിത്രം നേരിയ തോതിൽ വിജയത്തിലോട്ട് മുന്നേറുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. 40 കോടിക്ക് താഴെ ബഡ്ജറ്റ് കണക്കാക്കപ്പെടുന്ന ചിത്രം ഇതിനോടൊപ്പം തന്നെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് 43,70,00,000 രൂപയോളം സ്വന്തമാക്കിയതായിട്ടാണ് സ്കാനിംഗ് പുറത്തുവിടുന്ന കണക്കുകൾ പ്രകാരം സൂചിപ്പിക്കുന്നത്. എന്തൊക്കെയാണ് ചിത്രത്തിന് ഡേ ബൈ ഡേ നേരിയ തോതിൽ കളക്ഷൻ ഉയരുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. വീക്കെൻഡിൽ ചിത്രത്തിന് അത്യാവശ്യം നല്ലൊരു ഭേദപ്പെട്ട ബുക്കിങ്ങും സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട്. എങ്കിൽ പോലും ചിത്രം ആദ്യ ഭാഗത്തായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വലിയൊരു ബോക്സ് ഓഫീസ് പരാജയം എന്ന് വേണം പറയാൻ. എന്തൊക്കെയാണ് ഒരുപാട് നെഗറ്റീവ് ചിത്രത്തിനെതിരെ വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ചിത്രം പറയുന്നതും. ഒരു കേരള സമൂഹത്തെ തന്നെ മൊത്തത്തിൽ അധിക്ഷേപിക്കാൻ വേണ്ടി ഒരുക്കിയിട്ടുള്ള ഒരു ചിത്രം കൂടിയായിട്ടാണ് കേരള സ്റ്റോറി 2 എന്ന് പറയുന്ന സിനിമ ഒരുക്കിയിട്ടുണ്ടായത്. എന്തൊക്കെയാണ് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ സമ്പൂർണ്ണ പരാജയമായിട്ട് മാറിയ കാഴ്ച നമ്മൾ കണ്ടതാണ്. കേരള ബോക്സ് ഓഫീസിൽ നിന്നും ചിത്രത്തിന് 2 ലക്ഷത്തിന് താഴെയുള്ള ഒരു കളക്ഷൻ മാത്രമാണ് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് ചിത്രം കേരളത്തിൽ സമ്പൂർണ്ണ പരാജയമായിട്ട് മാറിയിട്ടുണ്ട്. എന്തൊക്കെയാണ് കാത്തിരിക്കാൻ ചിത്രം ഫൈനൽ വരുമ്പോൾ ബോക്സ് ഓഫീസിൽ വിജയിക്കുകയോ പരാജയപ്പെടുമോ എന്നൊക്കെ അറിയാൻ വേണ്ടി. അപ്പോൾ ദി കേരള സ്റ്റോറി 2 എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. ഏറ്റവും ലേറ്റസ്റ്റ് സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.